നമസ്കാരം. പാലക്കിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് അഡിലെയ്ഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. അഡിലെയ്ഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നൊരു ട്രെയിൻ യാത്രയാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കുള്ള പാസേജാണിത്. ഇന്ന് ബിലെയർ എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോകാനാണ് ഞാൻ ഇറങ്ങിയത്. അത് അഡിലെയ്ഡ് മെട്രോ ട്രെയിനിൽ ബിലെയർ എന്ന സ്ഥലത്തേക്ക് ഒരു യാത്രയ്ക്കായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. റോഡിൽ നിന്നും ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനകത്തോട്ട് ഉള്ള പാസേജാണ്. ആ പാസേജിന് പുറമെ എസ്കലേറ്റർ ഉണ്ട്. നമുക്ക് ആ എസ്കലേറ്ററിൽ ഒന്ന് കയറി താഴേക്ക് പോകാം. ഈ എസ്കലേറ്ററും ആദ്യം നമ്മൾ കണ്ട പാസേജും റെയിൽവേ സ്റ്റേഷനുള്ളിലേക്കുള്ള വഴികളാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ നോക്കിയാൽ നമുക്ക് പോകേണ്ട വാഹനവും ആ വാഹനങ്ങളുടെ സമയവും എല്ലാം നമുക്ക് ദൃശ്യമാവും. അപ്പോൾ എനിക്ക് പോകേണ്ട വാഹനം 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആണ് ബിലെയറിനുള്ള വാഹനം പാർക്ക് ചെയ്യുന്നത്. അത് 9:21-നാണ്. ഇനി ഏതാണ്ട് 20 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്കൊരു ഗേറ്റ് കിടക്കേണ്ടതുണ്ട്. ആ ഗേറ്റിൽ നമ്മുടെ മെട്രോ കാർഡ് ടാപ്പ് ചെയ്യണം. അങ്ങനെ ആ മെട്രോ കാർഡ് ടാപ്പ് ചെയ്ത് ഗേറ്റ് തുറന്ന് നമ്മൾ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം 3-ാം നമ്പർ പ്ലാറ്റ്ഫോം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ക്രീൻ നമുക്ക് കാണാം. ഇനിയും 20 മിനിറ്റ് സമയമുണ്ട് ബിലെയറിന്. അവിടേക്കാണ് എനിക്ക് പോകേണ്ടത്. അത് അപ്പോൾ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആ വാഹനം പാർക്ക് ചെയ്യുന്നുണ്ട്. ആ വാഹനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മെട്രോയിൽ പ്രവേശിക്കുന്നത് പോലെ തന്നെ ഇവിടെ ബട്ടൺ അമർത്തുമ്പോൾ ഈ വാതിൽ ഡോർ ഓപ്പൺ ആവും. നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കിവിടെ ഒരു മെഷീനുണ്ട്. ആ മെഷീൻ നമ്മളിത് ടാപ്പ് ചെയ്യണം. അപ്പോൾ അത് ടാപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണ് അത്. അപ്പോൾ അത്തരത്തിൽ നമ്മളത് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു തവണ ടാപ്പ് ചെയ്താൽ 2 മണിക്കൂർ നമുക്ക് പിന്നെ സൗജന്യ യാത്രയാണ്. ആ 2 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ കാർഡിൽ നിന്ന് ചാർജ് ചെയ്യില്ല. 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് $4.50 ഈടാക്കുന്നത്. ഇത് ട്രെയിനിൻ്റെ ഉൾവശമാണ്. ഇപ്പോൾ ആൾത്തിരക്ക് കുറവുള്ള സമയമാണ്. രാവിലെ ടൗണിലേക്ക് വരുന്നതിനാണ് തിരക്ക്. ടൗണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് തിരക്കില്ലാത്തതുകൊണ്ട് ഈ സമയത്ത് പൊതുവെ തിരക്ക് കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. ഈ മെട്രോ ട്രെയിനിൽ ഇത്തരത്തിൽ ആൾ കുറവായി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മിക്കവാറും നല്ല തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഇതിപ്പോൾ രാവിലെ ടൗണിൽ നിന്ന് തിരിച്ചു പോകുന്ന ട്രെയിൻ ആയതുകൊണ്ടാവണം തിരക്ക് കുറവിന്. പോകാറാകുമ്പോഴത്തേക്കും ഒരുപക്ഷെ ആളുകൾ കൂടുതൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബിലെയർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏതാണ്ട് 1/2 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. അഡിലെയ്ഡ് മെട്രോയിൽ ആണ് ഞാനിപ്പോൾ ഈ യാത്ര പോകുന്നത്. മെട്രോ ട്രെയിൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പ്രവേശിച്ചപ്പോൾ ഒരു കാർഡ് ടാപ്പ് ചെയ്തത് കാണാനിടയല്ല. ആ കാർഡ് ഉപയോഗിച്ച് 2 മണിക്കൂർ നേരത്തേക്ക് ഈ അഡിലെയ്ഡ് മെട്രോ ട്രെയിനിലും ട്രാമിലും അതുപോലെ ബസ്സിലും ഈ 3 ഗതാഗത സംവിധാനങ്ങളിൽ ഈ കാർഡ് ഉപയോഗിച്ച് ഈ ഒരു സ്വൈപ്പിംഗ് ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാം. അതിനുശേഷം വീണ്ടും 2 മണിക്കൂർ കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആ യന്ത്രത്തിൽ സ്വൈപ്പ് ചെയ്യണം. അങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ 2 മണിക്കൂർ ശേഷം മാത്രമേ ഇനി പണം ഈടാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. അഡിലെയ്ഡിൽ നിന്നും ബിലെയറിലേക്കുള്ള ട്രെയിൻ പുറപ്പെടുകയാണ്. കൃത്യമായ സമയത്ത് തന്നെ ഈ വാഹനം പുറപ്പെടുന്നു. ആ സമയക്ലിപ്തത കൃത്യമായി പാലിക്കുന്നു. എല്ലാ സ്റ്റോപ്പുകളും നിർത്തുന്ന ഓർഡിനറി ട്രെയിനാണ് ഇത് എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം ഇന്ന് കാലിയാണ്. മറ്റാരും ഈ വാഹനത്തിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ രാവിലെ സമയമായതുകൊണ്ട് സിറ്റിയിലേക്ക് വരുന്നതിനാണ് തിരക്കുണ്ടാവുക. സിറ്റിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് സ്വാഭാവികമായും തിരക്ക് കുറവായിരിക്കും. കൂടാതെ വീക്കെൻഡുകളിൽ ആളുകൾ പൊതുവേ ജോലിക്ക് പോകാറില്ല. ഇവിടെ വീക്കെൻഡുകളിൽ ആളുകൾ സാധാരണ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഉല്ലാസയാത്ര പോവുകയോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പ്രവണതയുള്ളതുകൊണ്ട് ആരും തന്നെ ജോലിക്ക് പോകാറില്ല.
സിറ്റിയിലേക്കൊന്നും അതുകൊണ്ട് തന്നെ ആരും തന്നെ വരാറില്ല. അതുകൊണ്ട് കൂടിയാകാം ഈ സമയത്ത് യാതൊരുവിധ തിരക്കുകളും ഇവിടെ അനുഭവപ്പെടുന്നില്ല, ഈ ട്രെയിനുകളിൽ അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ ഈ ബോഗിയിൽ ഞാൻ മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ ബിലേറിലേക്കാണ് പോകുന്നത്. വാഹനം റെയിൽവേ സ്റ്റേഷൻ വിട്ടു. നമുക്ക് യാത്ര തുടരാം. Welcome to Mile End. മൈൽ എൻഡ് എന്ന സ്റ്റോപ്പിൽ വാഹനം ഇപ്പോൾ നിർത്തിയിരിക്കുന്നു. മൈൽ എൻഡിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ട്രെയിൻ വീണ്ടും യാത്ര തുടരുകയാണ്. Welcome to Adelaide Showground. Welcome to Goodwood. Change here for services to Seaford and Flinders.
ഇത് വലിയ കുന്നിൻ പ്രദേശത്തോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു റെയിൽവേ ലൈനാണ്. ഒരു തുരങ്കത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ച് കടന്നു വന്നത്. അതിനുശേഷം നമ്മൾ ഈ കടന്നു പോകുന്ന വഴികൾ ശ്രദ്ധിക്കുക. വലിയ ഉയർച്ച താഴ്ചയുള്ള ഭൂമിശാസ്ത്രപരമായി വലിയ പ്രത്യേകതകളുള്ള സ്ഥലമാണ്. ശരിക്കും സാധാരണ നമ്മൾ കാണുന്ന ഹൈറേഞ്ചിനേക്കാൾ അല്ലെങ്കിൽ ഹൈറേഞ്ചിൽ പോലെ തന്നെ ഉയർച്ച താഴ്ചകളും കുന്നിൻ ചെരുവുകളും ഒക്കെയുള്ള സ്ഥലമാണ്. അവിടെ പാറയും മലയും ഒക്കെ വെട്ടി താഴ്ത്തിയും തുരങ്കങ്ങൾ നിർമ്മിച്ചുമാണ് ഇവിടെ റെയിൽവേ ലൈൻ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകുന്നു. ഞാൻ മുൻപ് കൂടുതലായി വിശദീകരിക്കാതിരുന്നത് കാഴ്ചകൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. സുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ട്രെയിൻ യാത്ര ഇതുപോലെയുള്ള ഒരു വലിയ ഉയർന്ന മലമ്പ്രദേശത്തോടുകൂടി പോകുന്ന ഒരു റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് വളരെ വിചിത്രവും സുന്ദരവുമായ കാഴ്ചയാണ്. Welcome to Eden Hills. ഈ പ്രദേശം ഏദൻ ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏദൻ ഹിൽസിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. വനപ്രദേശത്തിന് സമാനമായ തരത്തിൽ ഇടതൂർന്ന മരങ്ങൾ വളർന്നു നിൽക്കുന്ന പ്രദേശമാണ്. എന്നാൽ ജനവാസ മേഖലയുമാണ്. മറ്റൊരു തുരങ്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശരിക്കും റോഡ് ഗതാഗതത്തിന് വേണ്ടി വെട്ടി ഇറക്കി തയ്യാറാക്കുന്ന സഞ്ചാരപാത പോലെ തന്നെ ആണ് മലപ്രദേശത്തുകൂടി ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വളരെ വിരളമായ എന്നാൽ വളരെ മനോഹരമായ ഒരു പ്രവൃത്തിയാണ് ഈ റെയിൽവേ ലൈൻ പൂർത്തീകരണത്തിന് വേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഉയർച്ച താഴ്ചകൾ നമുക്ക് മനസ്സിലാകുന്നത് വലിയ കുന്നിൻ പ്രദേശമാണ്. ഏകദേശം മലപ്രദേശം ആണ്. കയറ്റിറക്കങ്ങളുള്ള സ്ഥലമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെ വലിയ വനപ്രദേശമാണ്. ഈ പ്രദേശങ്ങളൊക്കെ ജനവാസ മേഖലയല്ല. എങ്കിൽ പോലും ജനവാസ മേഖലയിലേക്കാണ് ഈ വാഹനം സഞ്ചരിച്ചെത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. ധാരാളം സഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലമാണ്. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പ്രകൃതിയോടിണങ്ങി നിർമ്മിച്ചിരിക്കുന്ന ഒരു റെയിൽവേ ലൈൻ കൂടി എന്നുള്ള ഒരു പ്രത്യേകതയും ഈ റെയിൽവേ ലൈനിന് ഉണ്ട്. Welcome to Coromandel. Alight here for Watunga Botanic Gardens. ഇപ്പോൾ ബ്ലാക്ക്വുഡ് എന്ന സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ബ്ലാക്ക്വുഡിൽ ഇന്നലെ ഒരു ക്രിസ്മസ് പേജൻ്റ് എന്ന പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് പരിപാടി കാണുന്നതിന് വേണ്ടി ഞാൻ വന്നിരുന്നു. ഈ പ്രദേശങ്ങളെല്ലാം പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള മേഖലകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ മനോഹരവും വളരെ വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലങ്ങളുമാണ്. അത് വളരെയധികം നന്നായി സംരക്ഷിക്കപ്പെടുന്നു, സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ
ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. Adelaide Metro reminds everyone that the best defence against the spread of illness is good hygiene. Wash hands regularly and thoroughly with soap. Use a hand sanitizer and cover coughs and sneezes. ഈ സൈക്കിളിൽ പോകുന്ന പയ്യന്മാരൊക്കെ ഈ വാഹനത്തിൽ വന്ന് ഇറങ്ങി പോകുന്നവരാണ്. ഇത്തരത്തിൽ സൈക്കിളുമായി യാത്ര ചെയ്യുന്നതിന് സൗകര്യമുണ്ട് ഈ ട്രെയിനിൽ. ആ സൈക്കിൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേക സ്പേസ് അനുവദിച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു പേയ്മെൻറ്റ് ഈടാക്കിക്കൊണ്ട് അതിനുള്ള സൗകര്യവും റെയിൽവേ അധികൃതർ നൽകുന്നുണ്ട് എന്നുള്ളതും ഒരു സൗകര്യവും പ്രത്യേകതയുമാണ്. The next stop is Belair. This train will terminate here. വനപ്രദേശമെന്ന് തോന്നുമെങ്കിലും ജനവാസ മേഖലയാണ്. വിദൂര ദൃശ്യങ്ങളിൽ വനമെന്ന് നമുക്ക് തോന്നാം, എങ്കിലും ജനവാസ മേഖല തന്നെയാണ്. നമ്മളിപ്പോൾ ബിലയർ എന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ബിലയറിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ ട്രെയിൻ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. Welcome to Belair. This train will terminate here. അങ്ങനെ നമ്മൾ ട്രെയിൻ ബിലയർ എന്ന് പറയുന്ന ഈ ട്രെയിൻ സർവീസിൻ്റെ അവസാന പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബിലയർ എന്ന സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ട്രെയിൻ ഇവിടം കൊണ്ട് ഇതിന് സർവീസ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ മധ്യ സമയത്തിടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ സൈക്ലിസ്റ്റുകൾ, ധാരാളം കുട്ടികൾ തങ്ങളുടെ സൈക്കിളുമായി ഈ വീക്കെൻഡ് അവധി ദിവസം ചെലവഴിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരം വളരെ മനോഹരമായ ഒരു സ്ഥലം, സ്വച്ഛമായ സ്ഥലം, ശാന്തമായ സ്ഥലം, എന്നാൽ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുള്ള സ്ഥലം എന്നുള്ളതുകൊണ്ട് ധാരാളം കുട്ടികളും മുതിർന്നവരുമൊക്കെ വീക്കെൻഡ് ആഘോഷിക്കുന്നതിനൊക്കെ ഇവിടെ എത്തിച്ചേരാറുള്ളതാണ്. ഈ ട്രെയിൻ യാത്ര തന്നെ വളരെ സുന്ദരമായൊരു അനുഭവമാണ്. സൗത്ത് ഓസ്ട്രേലിയയിലെ അഡലെയ്ഡ് നഗരത്തിൽ നിന്നും ഏതാണ്ട് അരമണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന ബിലയർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ട്രെയിൻ സർവീസ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചു. ഇതൊരു ഗ്രാമപ്രദേശമാണ്, കുന്നിൻ പ്രദേശമാണ്. ഇവിടേക്കുള്ള യാത്രയൊക്കെ വളരെ മനോഹരമാണ്. യാത്ര ചെയ്യുന്ന സഞ്ചാരപാതകളും പരിസര പ്രദേശങ്ങളും എല്ലാം സുന്ദരമാണ്. ബിലയറിലേക്കുള്ള മനോഹരമായ ഒരു ട്രെയിൻ യാത്രയിലായിരുന്നു നമ്മൾ. അതിമനോഹരമായ സഞ്ചാരപാതകളും കാനന പാതകളും മലമ്പ്രദേശങ്ങളും തുരങ്കങ്ങളുമെല്ലാം ചേർന്ന് സുന്ദരമായ സുഖശീതളമായ ഒരു ട്രെയിൻ യാത്രയായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾക്ക് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.